ഹലോ ഗായ്സ്, എന്ത് കഥ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളെ റേസ് ഡേ ആണ് ഇന്ന്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു ഹോട്ടലിൽ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അത്യാവശ്യം നോർമൽ ബ്രേക്ക്ഫാസ്റ്റ്, ഭയങ്കര സംഭവം എന്നല്ല, എന്നാലും നോർമൽ. അതിനുശേഷം നമ്മൾ കിറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളെ ഫുൾ ടീം തുഴയാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സ്പോട്ടിൽ വന്നേ പിന്നെ കുറേ ടീം എന്നെ കളിയാക്കലുണ്ട് കേട്ടോ. തുഴയൽ എന്ന് പറഞ്ഞാൽ ആർക്കും വലിയ താല്പര്യമില്ലാത്ത സംഭവമാണല്ലോ. പക്ഷേ ഇതിന്റെ പിറകിലുള്ള ഹാർഡ് വർക്കും അതേപോലെ ഡെഡിക്കേഷനും കാര്യങ്ങളെല്ലാം വേറെ ലെവലാണ്. ഈ ഒരു ഇവന്റിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ 3 മാസമായിട്ട് സ്ട്രോങ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ദുബായിലെ ഹ്യൂമിഡിറ്റി ഒന്നും കണക്കാക്കാണ്ട് ഡേ ആൻഡ് നൈറ്റ് പ്രാക്ടീസ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയതിൽ ഭയങ്കര അഭിമാനം ഉണ്ട് എനിക്ക്. ഈ ഒരു സ്പോർട്ടിനെ കുറിച്ചിട്ട് കുറേ ആൾക്കാർ എന്നോട് ഡൗട്ട് വെക്കലുണ്ട്. ഇത് എങ്ങനെ പഠിച്ചു, എവിടെ നിന്ന് പഠിച്ചു, നാട്ടിൽ നിന്ന് പഠിച്ചോ, ഇവിടെ വന്നിട്ട് പഠിച്ചാണോ, ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ടോ? എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് 0 എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടിന്യൂസ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് സെറ്റാക്കി പഠിച്ചെടുത്ത് ടീമിൽ കയറിയത്. ടീമിൽ കയറണം എളുപ്പമല്ല മച്ചാന്മാരെ. പ്രാക്ടീസ്, ട്രെയിനിങ്, ഫിറ്റ്നസ്, ഡിസിപ്ലിൻ എല്ലാം ഉണ്ടെങ്കിലേ അവർ ടീം കയറ്റുള്ളൂ. വെറുതെ പോകുന്നവരൊന്നും കയറ്റൂല. അവർ കറക്റ്റ് എല്ലാം മോണിറ്റർ ചെയ്തിട്ട് കോച്ചും കാര്യങ്ങളെല്ലാം ഉണ്ട്, അവരൊക്കെ മോണിറ്റർ ചെയ്തിട്ട് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഞാൻ ടീമിൽ കയറിയ പിന്നെ ദിസ് ഈസ് മൈ സെക്കൻഡ് ഇന്റർനാഷണൽ ട്രിപ്പ്. ഈ ഒരു ഇവന്റ് സ്പോർട്ടിന്റെ ബർത്ത് പ്ലേസ് എന്ന് പറഞ്ഞാൽ ചൈനയാണ്. നിങ്ങൾക്ക് ആലോചിച്ചൂടെ ചൈനേനെ പൊട്ടിക്കണമെങ്കിൽ എന്ത് പണിയുണ്ടെന്ന്? അപ്പോൾ നമ്മൾ ഹോങ്കോങ്ങിൽ അതാ സംഭവിച്ചത്. എല്ലാം ചൈനീസ് ടീമായിരുന്നു, ഏഷ്യൻ ടീമായിരുന്നു, ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് നമുക്കൊന്നും നേടാൻ പറ്റി. പക്ഷെ നമ്മൾ ഈട തകർക്കും, കാരണം നമ്മൾ കണ്ടമാനം ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ 7 കാറ്റഗറി ഉണ്ടായത്. അതിൽ നമുക്ക് 4 ഗോൾഡ് കിട്ടി, 2 സിൽവറും കിട്ടി, 1 ബ്രോൺസും കിട്ടി. സെക്കൻഡ് ഡേ കുറച്ച് ഷോക്കായിരുന്നു കേട്ടോ, കാരണം ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തു. അതുകൊണ്ട് എല്ലാ കാറ്റഗറിയും നടത്തിയിട്ടില്ല, 3 കാറ്റഗറിയും നടത്തിയിട്ടില്ല. അതിൽ 2 സിൽവറും 1 ബോൺസും കൂടെ നമുക്ക് കിട്ടി. അപ്പോൾ ഗൈസ്, സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഓവറോൾ നമ്മൾ 3rd അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് സൈപ്രസിലെ ടീമിനാണ്, ലോക്കൽ ടീമിന്. സെക്കൻഡ് പ്രൈസും സൈപ്രസിലെ ലോക്കൽ ടീം. 3rd എമിറേറ്റ്സ് ആണ് നമ്മളന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തിരിയും നിങ്ങൾക്ക് ആൾക്കാർ എത്ര കണ്ട് ഹാപ്പിയാണെന്നുള്ളത്. കാരണം ആൾക്കാർ എൻജോയ് ചെയ്യുന്ന ഈ ഒരു സ്പോർട്ട് ഇവന്റ്. ഞാൻ ഇത്രയും എൻജോയ്മെന്റ് ഇല്ലേ, ഒരു ഹാപ്പിനെസ് ഇല്ല ഒരു സ്പോർട്ട് ഇവന്റ് ഞാൻ പങ്കെടുത്തിട്ടുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല എന്ന് തോന്നുന്നു. കാരണം എല്ലാവരും ഭയങ്കര എനർജറ്റിക്കും, ഡാൻസും പാട്ടും എല്ലാവരും ഒരുമിച്ച്, എന്താ പറയുക, ഒരു ഫാമിലീനെ പോലെ കഴിയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഇതാണ് നമ്മളെ മെഡല്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ലോസിംഗ് സെറിമണി ഒക്കെ ഉണ്ടായി. നമ്മൾ ഓവറോൾ 3rd ആണ് അടിച്ചത്. ഏറ്റവും വിഷമാക്കിയത് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലോസിംഗ് പാർട്ടിക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം എനിക്ക് നെക്സ്റ്റ് ഡേ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തിരിച്ചു വരണമായിരുന്നു. ഞാൻ എയർപോർട്ടിലേക്ക് അന്ന് വൈകുന്നേരം തന്നെ ടാക്സിയും പിടിച്ച് വന്നു. എൻ്റെ കൂടെ 2-3 സ്റ്റാഫും കൂടി ഉണ്ടായി. അപ്പോൾ അതാ ആടുന്നും പണി കിട്ടി. എമിറേറ്റ്സ് കിട്ടിയിട്ടില്ല, ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ വെയിറ്റ് ചെയ്തു. അവിടുന്ന് അതർ എയർലൈൻ ബുക്ക് ചെയ്തു. അതർ എയർലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബഹ്റിൻ പോയിട്ട് ബഹ്റിനിൽ നിന്ന് ദുബായിലേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അവിടെ ഏകദേശം ലേ ഓവർ 8 മണിക്കൂർ നമ്മൾ പോസ്റ്റായി. അതിനുശേഷം നമ്മൾ ബഹ്റിനിലേക്കുള്ള ഫ്ലൈറ്റ് കയറുന്നത് രാവിലെ 3:30ക്കാണ്. അത് ബഹ്റൈനിൽ എത്തി. നമ്മൾ ബഹ്റൈനിൽ നിന്ന് ദുബായിലേക്ക് കയറുന്നത് 1:30 എന്ന് പറയുമ്പോൾ 4 മണിക്ക് ദുബായിലെത്തും. അപ്പോൾ ഗൈസ്, ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. പോകുന്ന സമയത്ത് ഈജിപ്റ്റ് വഴിയും വരുന്ന സമയത്ത് ബഹ്റൈൻ വഴിയും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് ടയേർഡായി, എന്നാലും ആ ഒരു സ്പോർട്ടും ഇവൻറ്റും ഹാപ്പിനെസ്സും ടീമൊക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. ബഹ്റൈൻ്റെയും ഈജിപ്റ്റിൻ്റെയും പുറത്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ എയർപോർട്ട് കണ്ടു. അതിലെനിക്ക് ബഹ്റൈൻ എയർപോർട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈജിപ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, കാരണം അടുത്ത ഒരു സിസ്റ്റം ഒന്നും ഒരു കറക്റ്റ് അല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈവനിങ് വീട് പിടിച്ചു. ടാറ്റാ, സീ യു, ബൈ ഗായ്.